സർക്കാരിന്റെ അതിവേഗ റെയിൽ പദ്ധതിയായ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ദക്ഷിണ റെയിൽവേ അധികൃതരും റെയിൽ പ്രതിനിധികളും കൂടിക്കാഴ്ച നടത്തി. പദ്ധതി രേഖയിൽ മാറ്റം വരുത്തണമെന്ന റെയിൽവേയുടെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചർച്ച. DPR അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാഥമിക ചർച്ച നടന്നെന്നും കൂടിക്കാഴ്ച ആശാവഹമെന്നും റെയിൽ MD അജിത് കുമാർ പറഞ്ഞു. We had some initial discussions. We will continue with the meetings. We had some initial discussions. Initial discussion കഴിഞ്ഞു. ഇനി ചർച്ച കണ്ടിന്യൂ ചെയ്യും. ഇപ്പം മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഡേറ്റയും എൻ്റെ കയ്യിലില്ല. ഓക്കെ, ഈ ചർച്ച ഉണ്ട്, അതിൽ ചർച്ച പൂർത്തിയായി. റെയിൽവേ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ മീറ്റിംഗ്സ് ഉണ്ട്. ഇന്നത്തെ മീറ്റിംഗ് തീർന്നു. ശരി, ഓക്കെ, താങ്ക് യു. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. കേരളത്തിനായുള്ള ഈടുവപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. അതിനിടെ കൊച്ചിയിലും കോഴിക്കോടും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സമരസമിതിയുടെ പ്രതിഷേധം നടന്നു. വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. വിഷ്ണു, ഇപ്പോൾ ഈ കേന്ദ്രം ഏറ്റവും ഒടുവിൽ പറഞ്ഞ DPR ചേഞ്ച് എന്ന് പറയുന്നത് അത് കാതലായ ചേഞ്ചാണ്. അത് അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റെയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്ന പദ്ധതി ജസ്റ്റ് പേരിൽ മാത്രം സിൽവർ ലൈൻ ആവുകയും അത് എന്താണ് ഒരു സ്വാഭാവിക റെയിൽവേ വികസനം മാത്രമാവുകയും ചെയ്യും. അപ്പോൾ ഈ DPR ഏത് രീതിയിലുള്ള ചർച്ചയ്ക്കാണ് റെയിലിന് സാധ്യമാവുക? എന്താണ് ഇന്ന് നടന്നത് വിഷ്ണു? ഇന്നൊരു പ്രാഥമിക വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകിയായിരുന്നു. കോഴിക്കോടും കൊച്ചിയിലും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സിൽവർ ലൈൻ എന്ന പദ്ധതി ഫുൾ സ്റ്റോപ്പ് ആയി എന്ന് പലരും പറയുമ്പോഴും അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന റെയിൽവേയും റെയിലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സൂചിപ്പിക്കുന്നത്. അതൊരു തുടർച്ചയാണ്. നേരത്തെ നമ്മൾ അത്രയും റെയിൽ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ പ്രഖ്യാപനം കേൾക്കുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് റെയിലിലേക്കും റെയിലിൽ നിന്ന് കേന്ദ്രത്തിലേക്കും ചോദ്യവും ഒക്കെയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ്റെ കത്തുകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഈ DPR തിരുത്താൻ ആവശ്യപ്പെടുന്നത്. DPRന് നയപരമായ അനുവാദമുണ്ടോ, പെർമിഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ കൂടിയും അതിലങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ സൂചിപ്പിക്കുന്നത് ഈ പദ്ധതി ഓണാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങളൊക്കെ ആകാമെങ്കിലും പദ്ധതി ഓൺ എന്ന സൂചന തന്നെയാണ്. അതുകൊണ്ടാണ് റെയിലിൻ്റെ പ്രതിഷേധം വീണ്ടും ഉണ്ടാകുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ഞാൻ ചോദിച്ചത് കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെടുന്ന DPR ചേഞ്ച് എന്ന് പറയുന്നത് സിൽവർ ലൈൻ എന്ന പദ്ധതിയുടെ തന്നെ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാവലാണ്, അത് മറ്റൊരു പദ്ധതിയായി മാറലാണ്. അതിനെപ്പറ്റി സീരിയസ് ആയി റെയിൽ ആലോചിക്കുന്നുണ്ടോ വിഷ്ണു? ഇന്ന് നടന്നൊരു പ്രാഥമിക കൂടിക്കാഴ്ച മാത്രമാണ്, വളരെ ഹ്രസ്വസമയം മാത്രമാണ് എടുത്തത്. അതിൽ ഏറ്റവും പ്രധാനമായത് DPR തന്നെ ചർച്ചയായി. പക്ഷേ കേന്ദ്രം ഈ പദ്ധതിക്ക് നയപരമായ ഒരു അംഗീകാരം നൽകിയാൽ മാത്രം മതി DPRമായിട്ടുള്ള മാറ്റണവുമായി ബന്ധം അല്ലെങ്കിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ് റെയിലിന്റെ ഔദ്യോഗികമായ തീരുമാനം. അത് ഇനി വ്യക്തമാക്കേണ്ടത് കേന്ദ്രമാണ്. എന്തായാലും പദ്ധതി ഓണാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പദ്ധതി ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഒരു അനുകൂലമായ നിലപാട് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. നേരത്തെ സഹമന്ത്രിയായിരുന്ന വി മുരളീധരനടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. പക്ഷേ അതെല്ലാം മാറി റെയിലിനോടൊരു തുട്ടകൂടായ്മ നിലവിൽ കേന്ദ്ര സർക്കാരിനില്ല എന്നാണ് ഈ ചർച്ചകൾ സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായ ഒരു ചർച്ച നടന്നു എന്ന് മാത്രമല്ല വരും മാസങ്ങളിലും ദിവസങ്ങളിലും എല്ലാം ഈ ചർച്ചകൾ തുടരുമെന്നാണ് റെയിൽ MD പറഞ്ഞത്. ഇതിലെ പ്രശ്നം നമ്മൾ കേന്ദ്രം പറയുന്ന DPR ചേഞ്ചിനെ സീരിയസ് ആയി കാണുകയാണ്. ഇപ്പോൾ കേന്ദ്രം പറയുകയാണ് ഓരോ 50 കിലോമീറ്ററിലും മെയിൻ റെയിൽവേ കണക്ടിവിറ്റി ഉണ്ടാവണം. സ്റ്റാൻഡേർഡ് ഗേജ് പാടില്ല, ബ്രോഡ് ഗേജ് തന്നെ വേണം. ബ്രോഡ് ഗേജ് വരുമ്പോൾ മറ്റു തീവണ്ടികൾ അതിൽ കൂടി ഓടിക്കാം, വന്ദേ ഭാരത് അതിൽ കൂടി ഓടിക്കാം. അങ്ങനെയാണെങ്കിൽ റെയിൽ പറയുന്നത് നമ്മൾ ഈ വിഭാവനം ചെയ്യുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 4 മണിക്കൂറിൽ എത്താൻ കഴിയുന്ന വേഗത എല്ലാ തീവണ്ടിയും ഓടിക്കുകയാണെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ റെയിൽ മുന്നോട്ട് വെക്കുന്ന സിൽവർ ലൈൻ പദ്ധതി അല്ല കേന്ദ്രം ഇപ്പോൾ പറഞ്ഞ DPR ചേഞ്ച്. അപ്പോൾ അതിൽ എങ്ങനെയാണ് റെയിലിൻ്റെ സീരിയസ് ചർച്ച നടത്താൻ കഴിയുക? ഹാഷ്മി, നിലവിൽ ഈ DPR പൂർണ്ണമായും പരിഷ്കരിക്കണമെന്ന കേന്ദ്ര നിലപാട്, അത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു നിലപാട് സംസ്ഥാന സർക്കാരും റെയിൽ കോർപ്പറേഷനും എടുക്കുകയാണെങ്കിൽ അത് വേറൊരു പദ്ധതിയായി മാറാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. സിൽവർ ലൈൻ എന്ന വേഗ സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് നിലവിൽ ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന DPR അത്തരത്തിലുള്ളതായിരിക്കും. സിൽവർ ലൈന് വേണ്ടി ഡെഡിക്കേറ്റഡ് പാതയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇതിന് സ്റ്റാൻഡേർഡ് ഗേജ് വേണമെന്നതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. ഇത് ബ്രോഡ് ഗേജ് ആക്കി മാറ്റണം, അതിലൂടെ വന്ദേ ഭാരത് ഉൾപ്പെടെ ഓടിക്കണമെന്നുള്ള നിർദ്ദേശത്തോടെ റെയിലിന് ഒരു ഘട്ടത്തിലും യോജിപ്പില്ല. പക്ഷേ ഇതെല്ലാം ഈ ചർച്ചകളിലേക്കൊക്കെ വിശദമായി കടക്കണമെങ്കിൽ ഒരു നയപരമായ നിലപാട്
നിലപാട് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എടുക്കണം, റെയിൽവേ ഈ വിഷയത്തിൽ എടുക്കണം. അതായത് പദ്ധതിയുമായി നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നൊരു അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം. അതിനുശേഷം മാത്രമേ ഇത്തരം നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഡെഡിക്കേറ്റഡ് പാത അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരും റെയിലും എത്തുകയുള്ളൂ. അതിന് വേണ്ടിയുള്ള ഒരു തുടർ ചർച്ചകളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ച വളരെ പോസിറ്റീവ് എന്ന് തന്നെയാണ് റെയിൽ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്, MD സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയിൽ ഒരു നയപരമായ തീരുമാനം കേന്ദ്രം എടുക്കുകയാണെങ്കിൽ ഉറപ്പായും DPR അടക്കമുള്ള വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം ആ ചർച്ചകൾ ഏത് വഴിക്ക് പോകുമെന്നുള്ളതിന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും ഒടുവിൽ പറഞ്ഞ DPR ചേഞ്ച് അതിനെ നാഷണൽ പ്രോജക്റ്റിലേക്ക് ഉൾപ്പെടുത്തണമെന്നൊക്കെ പറയുകയാണ്. സംസ്ഥാനത്തിൻ്റെ മാത്രമായി സ്റ്റാൻഡ് ലോണായി നിൽക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. മാത്രമല്ല ഈ പറയുന്ന ഇപ്പോൾ അതിൻ്റെ തനത് ഡിസൈനിൽ വളരെ കുറച്ച് സ്റ്റേഷനിൽ മാത്രം മെയിൻ റെയിൽവേ കണക്ടിവിറ്റി ആണെങ്കിൽ ഇത് ഓരോ 50 കിലോമീറ്ററിൽ എന്താണ് റെയിൽവേ കണക്ഷൻ ഉണ്ടാവണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയെങ്കിൽ അത് സിൽവർ ലൈൻ പദ്ധതിയല്ല, അത് മറ്റൊരു പദ്ധതിയായത്, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ റെയിൽവേ വികസന പദ്ധതിയായത് മാറുകയും ചെയ്യും. അപ്പോൾ അതിനെ എങ്ങനെയാണ് റെയിൽ അനുകൂലിക്കുക, അല്ലെങ്കിൽ അത് സീരിയസ് ചർച്ചകൾ നടത്തുക എന്ന കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാവേണ്ടതാണ്.